റെയ്ഡ് അവസാനിക്കുന്നത് വരെ, അകത്തെ പരിശോധന അവസാനിക്കുന്നത് വരെ ഈ ഗേറ്റിന് മുൻവശത്ത് പ്രതിഷേധക്കാർ ഇവിടെ തന്നെ തുടരും എന്നുള്ള വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിനർത്ഥം പ്രതിഷേധക്കാർ എല്ലാം. എൻ്റെ പ്രിയങ്കരനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി മാമന് ഒരു ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എല്ലാവരും തരണേ. പ്രത്യേകിച്ച് ഈ വീഡിയോയ്ക്ക് മാക്സിമം ഈ കമന്റ് ബോക്സിന്റെ അപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഇല്ലേ, അതിലും ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം കുറച്ച് സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയൂടെ ഈ രാഷ്ട്രീയപരമായിട്ട്. അപ്പൊ ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് കൊള്ളും. ഈ തെണ്ടികള് കണ്ട ഗ്രൂപ്പിലൊക്കെ കൊണ്ടിട്ട് റിപ്പോർട്ട് അടിച്ച് കളയുക. ചാനല് കുത്തിയിരുന്ന് വീഡിയോയ്ക്ക് റിപ്പോർട്ട് അടിക്കുക. എടാ നാണമില്ലേടാ നിനക്കൊക്കെ? എടാ ഒരുത്തം സത്യം വിളിച്ച് പറയുമ്പോഴത്തേക്ക് നിനക്കൊക്കെ എന്താടാ ഇത്ര കുത്തുന്നത്? അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, എന്താ ഇത്ര പ്രശ്നം? എടാ ധൈര്യം ഉണ്ടെങ്കിൽ അണികളെ, കൂട്ടുകാരെ, എടാ പ്രവർത്തിച്ച് കാണിക്കടാ. മനസ്സിലായോ? പ്രവർത്തിക്ക്. ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ ചീത്തപ്പേര് മാറ്റിയെടുക്കുക. അതാ ചെയ്യേണ്ടത്. അല്ലാതെ സത്യം വിളിച്ചു പറയുന്നവന്റെ വീഡിയോ എടുത്തോണ്ട് പോയി മറ്റേ കൂട്ടത്തോടിട്ട് റിപ്പോർട്ട് അടിക്കുക അല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? അതാണ് ആണത്തം. അതിനാണ് ഈ നട്ടല്ലെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വേണം. അല്ലാതെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരുത്തൻ മറ്റേ കിടന്നുകൊണ്ട് കോണ എന്താണോ അവൻ പറയുന്നത് എടുത്തു വെച്ചങ്ങ് താങ്ങിക്കൊടുത്ത്. ഒന്നുമില്ല, അവൻ SFI പ്രവർത്തകനാണ്. ഒരു SFI പ്രവർത്തകനാവുമ്പോൾ അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ അറിയണം. അല്ലാതെ മൈക്ക് കാണുമ്പോഴത്തേക്ക് വിടുവായിത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. നാട്ടുകാർക്കൊക്കെ ഏകദേശം മനസ്സിലായി. പക്ഷേ അത് ചേട്ടന്മാർക്ക് പൊളിയുമല്ലോ. എന്തോന്നാടെ, എന്തിനാടെ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് കണ്ട ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഈ റിപ്പോർട്ടൊക്കെ അടിക്കുന്നത്? നാണമില്ലേ? അല്ല, അതും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ, നമ്മുടെ പിണറായി മാമൻ്റെ വീട്ടില് ED കയ്യിൽ നിന്ന് പോകുന്നൊക്കെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും. പക്ഷെ കയ്യിൽ നിന്നൊന്നും പോകത്തില്ലടേ. കാരണം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, നല്ല പിടിപാട്. മനസ്സിലായോ? കേങ്ങത്തരം വരെ ഒന്ന് കുലുക്കി കളയും മാമൻ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. മാമൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ മോളുടെ പേരിലൊക്കെ കോടികൾ എവിടെ എന്തെങ്കിലും ആയോ? അതൊക്കെ ഇന്നത്തേക്കുള്ളൊരു മെയിൻ സ്ട്രീം ചാനലുകാർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാർത്ത, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും കുറേ അധികം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിയാലോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം. ഇന്ന് അമ്പലത്തിൽ പോയി കുറിയൊക്കെ തൊട്ട് നല്ല കുട്ടനായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലവർക്കൊക്കെ ഞാൻ മറ്റേ സംഖ്യയായിരിക്കും. ഇന്നലെ മറ്റേ കോൺഗ്രസ്സുകാരനായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ മറ്റേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയൊക്കെ പിടിച്ചോണ്ട് വന്നിരിക്കുക. അപ്പൊ എന്നെ കമ്മ്യൂണിസ്റ്റുകാരനും ആക്കണം കേട്ടാ. പണ്ട് നമ്മളൊരു SFIക്കാരനായിരുന്നേ, അതൊക്കെ പലരും മറന്നുപോയി. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. പിണുമാമിന്റെ വീടിന്റെ ഫ്രണ്ടില് ഭയങ്കരമായ പ്രതിഷേധമാണ്. ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ ആലോചിച്ചു, വട്ടാണോടാ ഇവന്മാർക്ക്? ഈ പ്രതിഷേധം കൊണ്ട് നടക്കുന്നവന്മാർക്ക് ഭ്രാന്താണോ? എടാ നീയൊക്കെ പണിയെടുത്താലേ നിന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ഒക്കെ വല്ലതും തിന്നാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കണ്ടവന് വേണ്ടി ഈ റോട്ടിൽ കിടന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടിലെ ഗ്യാസ് കത്തുവോ മോനെ? നീ പണിയെടുത്ത് ഗ്യാസ് കുറ്റിക്കുള്ള കാശ് റെഡിയാക്കണ്ടേ? വേണ്ടേ? അത് ഒന്ന് ഓർത്താ കൊള്ളാം കേട്ടാ. അതെല്ലാവരും ഒന്ന് ഓർത്താ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായം. എടാ ഫോണെ അടങ്ങിയിടേടാ ഫോണെ. രാവിലെ കിടന്നുകൊണ്ട് എല്ലാവരും വിളിച്ചോണ്ടിരിക്കുവോ? എന്തിനാണ്? പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടേ, കോൺഗ്രസ് പ്രവർത്തകനാ. പക്ഷെ അവനെ എനിക്ക് മിടുക്കനായിട്ട് തോന്നാറുണ്ടേ. അത് വേറൊന്നും കൊണ്ടല്ല, അവന് പണി അറിയാം. അവൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കിട്ടുന്ന ഗ്യാപ്പിലേ ഉള്ളൂ ഈ കോൺഗ്രസ് പ്രവർത്തനം. അല്ലാതെ ഫുൾ ടൈം അങ്ങോട്ട് പ്രവർത്തകനാണേ എന്നും പറഞ്ഞങ്ങോട്ട് കണ്ടവന് വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങാതെ മാന്യമായിട്ട് പാർട്ടി കാര്യങ്ങൾ നോക്കിപ്പോകുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. പക്ഷെ ഭൂരിഭാഗം ഉണ്ടല്ലോ പൊട്ടന്മാരാ. പ്രത്യേകിച്ച് എന്തിനാടാ നിങ്ങളുടെ പിണുമാമൻ അത്ര വലിയ മാന്യനാണോ? ഈ 10 വർഷം കൊണ്ട് നിനക്കൊക്കെ മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് പാർട്ടിക്കാർ പറയുന്ന വിട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർക്ക് തന്നെ മനസ്സിലായില്ലേ എന്താണ് പിണുമാമൻ എന്ന്. എന്നിട്ട് അങ്ങേരുടെ വീട് ED പരിശോധിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ കിടന്നുകൊണ്ട് ഓരോന്ന് നമുക്ക് കണ്ടു തുടങ്ങാം. എന്നിട്ട് ബാക്കി KK ശൈലജ ചേച്ചി, എന്താ ചേച്ചിക്ക് എങ്ങോട്ടാ ടേൺ ചെയ്ത് പിടിക്കാൻ നോക്കുന്നത്? നടക്കത്തില്ല. ജനങ്ങൾ മണ്ടന്മാരല്ലാന്ന് KK ശൈലജ മാഡം ഒന്ന് മനസ്സിലാക്കിക്കോ. നമുക്കത് ഈ ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവിടുന്ന് പിടിക്കാം. അരുൺകുമാർ ചേരുന്നു. അരുൺ, എന്താണ് കടകംപള്ളിയൊക്കെ ഈ പ്രവർത്തകരോട് പറയുന്നത്, ക്ഷുഭിതരായ പ്രവർത്തകരോട് പറയുന്നത്? ക്ഷുഭിതരായ പ്രവർത്തകരോട് പറയുന്നത് പാർട്ടി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും മറ്റു തരത്തിലുള്ള പ്രകോപനത്തിലേക്ക്
നിങ്ങൾ നീങ്ങരുത്. നിയമസഭയിൽ ഉൾപ്പെടെ ഈ കൈകൾ ശുദ്ധമാണെന്ന് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ രാഷ്ട്രീയമായി കോൺഗ്രസും RSSും ചേർന്ന് വേട്ടയാടുകയാണ്. അതുകൊണ്ട് ആ വേട്ടയാടലിനെതിരെ പ്രതിഷേധം എന്നതിനപ്പുറം ഒരു അക്രമ സംഭവങ്ങളിലേക്ക് പോകരുത്, സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് CPIന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗേറ്റിന് മുമ്പിൽ കഴിഞ്ഞ 3-4 മണിക്കൂറായി കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റിന് മുന്നിൽ നിന്ന് പ്രതിഷേധക്കാർ മാറുകയാണ്. കടകംപള്ളി സുരേഷ് ബാക്കി കേൾപ്പിക്കാമേ. സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം എന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ തന്നെ ഓൾറെഡി മറ്റേ ഹെൽമെറ്റും കൈ കിട്ടുന്ന സാധനമൊക്കെ അവന്മാർ വലിച്ചെറിയാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പോകണ്ട. നമ്മുടെ VD സതീശൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസമേ ആവുന്നുള്ളൂ. ഇപ്പം തന്നെ ഈ SFIക്കാർ ഇവന്മാര് എന്തുവാ കാണിക്കുന്നത്? അങ്ങോട്ട് മുട്ടി നിൽക്കുമായിരുന്നു 10 കൊല്ലം. എങ്ങനെ പ്രതിഷേധിക്കും എന്ന് നോക്കി. എന്തെങ്കിലും ഒന്ന് കിട്ടണമല്ലോ. അവന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രതിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങോട്ട് ഇറങ്ങി ഭരണത്തിൽ നിന്ന് അടുത്ത ദിവസം തുടങ്ങി പ്രതിഷേധം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ പ്രതിപക്ഷമാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയെ മര്യാദയ്ക്ക് ഭരിക്കാൻ സമ്മതിക്കത്തില്ല. ഡെഫിനറ്റാ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്രയും കാലം അവന്മാർക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. പോലീസുകാർ കോൺഗ്രസിന്റെ കൂടെ, അവർ കോൺഗ്രസിന്റെ കൂടെ, ഞങ്ങളെ അങ്ങോട്ട് തീർക്കാൻ നിൽക്കുവാണേ മുക്കുവാ കിടന്നുണ്ടങ്ങ്. ഈ മുക്കലൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കുക, പണ്ടത്തെ കാലമല്ല. ജനങ്ങൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എന്താ നടക്കുന്നതെന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട അണികളെ, ആ പാർട്ടിയുടെ വില നിങ്ങൾ തന്നെ ഇല്ലാതാക്കരുത്. ഗംഭീരമായിട്ടുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ പാർട്ടിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവർക്കെല്ലാം നാണക്കേടുണ്ടാക്കി വെക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട്. എടാ, ED പരിശോധിക്കാൻ വന്നാൽ പരിശോധിച്ചിട്ട് പോട്ടെന്നേ. അയാൾ ഉടായിപ്പാണെങ്കിൽ അയാൾ പൊക്കിക്കൊണ്ട് പോട്ടെ. അതിനിവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ട് വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഇത്ര പ്രതിഷേധം കാണിക്കേണ്ട കാര്യം എന്താ? അവിടെ തന്നെ തെളിവല്ലേ കള്ളത്തരം? എന്തിനെ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നേ? എന്തിനാ ഈ ഹെൽമെറ്റ് വലിച്ചെറിയാൻ പോകുന്നേ? ED പരിശോധിക്കട്ടെ. അതിനിപ്പോ എന്താ തെറ്റിരിക്കുന്നത്? 10 കൊല്ലത്തോളം ഭരിച്ചില്ലേ കേരളത്തെ? അപ്പൊ പിന്നെ ഒന്ന് നോക്കണ്ടേ? ED വന്ന് നോക്കണ്ടേ? എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കണം. പ്രത്യേകിച്ച് മോൾക്കെതിരെയുള്ള കേസ് ഒന്നും എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ ED വന്നതിനകത്ത് എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാക്കി കേൾക്കാം. തുടങ്ങിയതേ ഉള്ളേ, കുറച്ചുണ്ട്. അവരുടെ എല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് പ്രതിഷേധവുമായി മാറാൻ വേണ്ടി പറയുകയാണ്. എന്താണ് അടുത്ത നടപടി എന്ന് അറിയില്ല. എന്തായാലും ഈ ഗേറ്റിന് മുന്നിലായിരുന്നു, പിണറായി വിജയന്റെ ഗേറ്റിന് തൊട്ട് മുമ്പിലായിരുന്നു കഴിഞ്ഞ 3-4 മണിക്കൂറായുള്ള പ്രതിഷേധമെങ്കിൽ ആ പ്രവർത്തകരോട് ആ ഗേറ്റ് വിട്ട് പിരിഞ്ഞ് മുന്നോട്ട് പോകാൻ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി സമരകേന്ദ്രം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമോ അതോ ഈ ഗേറ്റ് വിട്ട്, അതായത് വീട്ടിന് മുന്നിലുള്ള സമരം അവസാനിപ്പിക്കുകയാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും പ്രതിഷേധ ബാനറും പിടിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ സമയമായി ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്ന പ്രവർത്തകരെല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇതിന് മുന്നിലുള്ള സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രവർത്തകരെല്ലാം തന്നെ മുദ്രാവാക്യം വിളിയുമായി മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ ഈ വീട്ടിന് മുന്നിലുള്ള സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. സമരകേന്ദ്രം മറ്റൊരു ഭാഗത്തേക്ക് നീക്കുകയാണ് എന്നറിയുന്നത്. എന്തായാലും ഇവിടുത്തെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, CPMന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, ആനാവൂർ നാഗപ്പൻ എന്ന് തുടങ്ങി എല്ലാ നേതാക്കളും, ഈ ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ വീട്ടിന് മുന്നിലുണ്ട്. അവരൊന്നും തന്നെ ഈ ഇവിടം വിട്ട് പോയിട്ടില്ല. പക്ഷെ പ്രവർത്തകരോട് ഈ ഭാഗം വിട്ട് മുന്നോട്ട് ഒരു ഭാഗത്തേക്ക് നീങ്ങണം എന്ന് പറയുകയാണ്. രാവിലെ തന്നെ ഇവിടെ പ്രതിഷേധക്കാർ എത്താൻ സാധ്യതയുള്ളത് കൊണ്ട് പോലീസ് 2 ഭാഗത്തും ബാരിക്കേഡ് വെച്ച് ഇവിടേക്ക് വാഹനങ്ങളെ നിയന്ത്രിച്ചിരുന്നു, പ്രവർത്തകരെ നിയന്ത്രിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി സമരത്തിൽ പങ്കെടുത്ത സാഹചര്യം എത്തിയപ്പോൾ മുഴുവൻ പ്രവർത്തകരും ആ പറയുന്ന പോലീസ് വലയമൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഭാഗത്തേക്ക് എത്തുകയാണ് ചെയ്തത്. CPMന്റെ സിറ്റിയിലുള്ള ചില കമ്മിറ്റികളിലെ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സിറ്റി കമ്മിറ്റിയിലുള്ള ചില ഏരിയ കമ്മിറ്റികളിൽ, ലോക്കൽ കമ്മിറ്റിയിലുള്ള പ്രവർത്തകർ മതി. വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഈ കേട്ട സാധനം ഇത്രയും മതി. ലാസ്റ്റ് പറഞ്ഞത് കേട്ടല്ലോ, വേറെ പല സ്ഥലത്തും പ്രതിഷേധം.
അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്തിന് ഇത്രയും പ്രതിഷേധം? ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കാനോ? വെറുതെ റോട്ടിലോട്ട് ഇറങ്ങി പ്രതിഷേധം? എന്ത് കാര്യത്തിന്? നിങ്ങളെ ഇതാണ് ജനങ്ങൾ വെറുത്തത്. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട പാർട്ടിക്കാരെ, ഒന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ, എന്തിനാ ഈ ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്? നീയൊക്കെ ഒരുത്തൻ്റെ വീട്ടിൽ ED അത്രേ ഉള്ളൂ, പരിശോധിക്കാൻ കയറി. അതിന് ഈ കേരളത്തിലുള്ള ജനങ്ങളെയൊക്കെ പല സ്ഥലങ്ങളിൽ, കോട്ടയത്തും ഒക്കെ പ്രതിഷേധം. എന്തിൻ്റെ കടിയാടാ നിനക്കൊക്കെ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്തിൻ്റെ കടിയാ? എന്തിനാ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു? ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെയൊക്കെ വീണ്ടും നിനക്കൊക്കെ വന്ന് ഈ മണ്ടന്മാർ വോട്ട് കുത്തിക്കോളൂ എന്നാണോ? ചില മണ്ടന്മാർ വോട്ട് കുത്തിക്കോളും, എല്ലാവരും ഒന്നും ചെയ്യത്തില്ല. വെറുപ്പിക്കാതെ ജനങ്ങളെ ഇങ്ങനെ. നിങ്ങളുടെ ഈ തലയിലെടുത്ത് വെച്ച് കിടക്കുന്ന ഈ പിണറായി എന്ന് പറയുന്ന മകനെ ഒരാൾക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നാണം കെട്ട നാറിയ തോൽവി അയാൾക്ക് കിട്ടിയത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾക്ക്, സാധാരണക്കാരന് പുള്ളിയുടെ വീട്ടിൽ ED കയറിയാലും പുള്ളിയെ പൊക്കിക്കൊണ്ട് പോയാലും ഒന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തിന് ഞങ്ങളെ ഉപദ്രവിക്കുന്നു? എന്തിന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു? SFI ഒരു ഗംഭീര പ്രസ്ഥാനമായിരുന്നു. കുറെ എണ്ണം ഇപ്പോൾ ഉണ്ട്, കുറെ മണ്ടന്മാര് മൈക്ക് കാണുമ്പോൾ വന്നോട്ട് അങ്ങോട്ട് എന്താണ്ടൊക്കെയോ വിളിച്ചങ്ങ് പോവും, ഒരു ലക്കും ലഗാനും ഇല്ലാതെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുക, നമ്മൾ സത്യങ്ങൾ ഇങ്ങനെ വെട്ടി തുറന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണേ. വീഡിയോയ്ക്ക് ലൈക്കൊക്കെ അങ്ങോട്ട് തരണേ, ഒന്ന് ഹൈപ്പൊക്കെ കൊടുക്കണേ. ഇല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ കുറേ എണ്ണം വരും, ഇതൊന്നും വേറെ ആൾക്കാർ അറിയാതിരിക്കാൻ. അല്ല, ഞാൻ വളരെ മാന്യമായിട്ടുള്ള കാര്യമേ പറയുന്നുള്ളൂ. മണ്ടത്തരവുമാരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ മുരളീധരൻ ചേട്ടൻ ഉണ്ടല്ലോ, പുള്ളി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. കോൺഗ്രസിന് പങ്കൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ കൈയഴുകി പോകുന്നത്. ഞങ്ങൾക്കും ഇഷ്ടമല്ലേ, എന്തിനാണ് ഈ ED വരുന്നത്? ഇനി അടുത്ത സെക്രട്ടേറിയറ്റിലോട്ട് വരുവേ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ അതും കൂടെ കേൾക്ക്, എന്നിട്ട് വേറെ തലത്തിലേക്ക് നമുക്ക് പോവാം. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ED ആയിട്ട് കൂട്ടുകെട്ടൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് ED മിക്കവാറും സെക്രട്ടേറിയറ്റിലേക്കും കയറും കുറച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് EDനെ ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. EDയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്കൊരു അതിനാരും സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. തെരുവിലിറങ്ങുന്ന മുൻ മുഖ്യമന്ത്രിയോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പോൾ എല്ലാ വകുപ്പുകളും ഞങ്ങളുടെ കീഴിലായതുകൊണ്ട് അത്യാവശ്യം പോലീസ് വാഹനങ്ങൾ കല്ലെറിയുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ സമരം. ഓക്കെ, മതി, കേട്ടല്ലോ നിങ്ങൾ. കൈ കഴുകി അങ്ങ് ഒഴിഞ്ഞു. നമുക്കൊന്നും അറിയാൻ പാടില്ല. ഇനി സെക്രട്ടേറിയറ്റിലോട്ടായിരിക്കും. നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെങ്കിലും ഈ EDയെ ഇത് പറയാനുള്ളൊരു കാരണം, ചില ആളുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ആളുകൾ, നമ്മുടെ KK ശൈലജ മാമൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് മറ്റേ കൈകോർത്തതിൻ്റെ ഫലവാ. BJPയും കോൺഗ്രസും കൈകോർത്തു, അതുകൊണ്ടാണ് ഇപ്പം ED വന്ന് കയറിയത്, നമ്മളെ നാണം കെടുത്താൻ എന്നൊക്കെ പറഞ്ഞൊരു മൂലക്കിരുന്ന് കഥ പറയുന്നുണ്ട്. കേൾപ്പിക്കുക, അതിലോട്ട് പോവാം. അതിനൊക്കെ മുമ്പ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരള സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ED ഇവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കൈകോർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈകോർക്കേണ്ടിയിരുന്നത് BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ആയിരുന്നു. അത് നടന്നില്ല, അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ വർക്കൗട്ട് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിടികിട്ടിയോ? ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ ആരെയും, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും. പല ചിന്തയിലൂടെ പല ആളുകൾ പോകുമ്പോൾ പല രീതിയിൽ സംശയങ്ങൾ വന്നേക്കാം. അയ്യോ അങ്ങനെയല്ലല്ലോ, കോൺഗ്രസും BJPയും കൂടെ ആണല്ലോ കൈ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കൈ കൊടുക്കുകയാണെങ്കിൽ ഇവന്മാർ രണ്ടുപേരും കൂടെ കൈ കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷെ പരിപാടി നടന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചമർത്തണമല്ലോ, എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് വിളിച്ച് പറയണമല്ലോ. മനസ്സിലായോ? പിടിച്ചു നിൽക്കണ്ടേ ഫീൽഡിൽ? അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഇനി എന്താ അടുത്തൊരു സാധനം നിങ്ങൾ കേട്ടോ? എന്താണ് നമ്മുടെ പിണുമാവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ടൊരു കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? ഇവന്മാർ പോകത്തില്ല. ഇവന്മാർ ED ഇറങ്ങണം പിണുമാവിൻ്റെ വീട്ടിൽ നിന്ന്. ഒന്നും കിട്ടരുത്, ഒന്നും. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിൻ്റെയൊക്കെ ഉടായ്പ്, അതൊക്കെ തിരിച്ചവിടെ വെച്ചിട്ട് ഇറങ്ങിക്കോണം. ആ മൂടാ. മനസ്സിലായോ? എന്തിനാടാ അണികളെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ജനങ്ങളുടെ ഫ്രണ്ടിൽ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുക. ജനങ്ങളല്ല, ജനങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ നീയൊക്കെയാണ് പൊട്ടന്മാരാകുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ഇനി ഒരു ഇലക്ഷൻ വന്നാലും കുത്തത്തില്ല നീയൊക്കെ ഈ കാണിക്കുന്ന കാണുമ്പോഴത്തേക്ക്. അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതുകൊണ്ട് നേരെ വാ നേരെ പോ, ആ ഒരു ഫീൽഡ് പിടി. ഇതൊന്ന് കേട്ടോ നിങ്ങളെ.
പക്ഷേ പ്രവർത്തകരോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു പ്രതിഷേധ മാർച്ചായിട്ട് ഈ പിണറായി വിജയന്റെ വീടിന് മുൻവശത്തുള്ള വലത്തോട്ടുള്ള റോഡ് പ്രതിഷേധവുമായി പോകാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ കുറച്ചുപേർ പ്രതിഷേധവുമായി ആ ഭാഗത്തേക്ക് പോയി. കുറേ പേർ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നേതാക്കൾ എല്ലാവരും ഇടപെട്ട് പരമാവധി ഇവരെ അനുനയിപ്പിച്ച് വിടാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. വി ശിവൻകുട്ടിയുണ്ട്, വി ജോയുണ്ട്, എല്ലാവരും ചേർന്ന് പ്രവർത്തകരെ ഇവിടെ നിന്ന് അനുനയിപ്പിച്ച് വിടാനുള്ള ശ്രമം നടക്കുന്നു. പിരിഞ്ഞു പോവുകയാണോ പ്രതിഷേധമായിട്ട്? അല്ല, പ്രതിഷേധം എന്ന് പ്രതിഷേധം ഉച്ചവരെയുള്ള ബാച്ചാണ് ഇവിടെ ഇരുന്നത്. അവർ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ ഒക്കെ ഇരിക്കുകയാണ്. അവർ അറിയാലോ, ഈ പ്രതികൂല കാലാവസ്ഥ ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ ആ ബാച്ചിൻ്റെ അവസരം കഴിഞ്ഞു, അവർ പിരിഞ്ഞു പോകുന്നു. അടുത്ത ബാച്ചിന് ഇനിയും പിന്നെ റൈഡ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ആലോചിക്കും. അല്ല, റൈഡ് തുടരുകയാണ്. പ്രതിഷേധം അപ്പോൾ ഇനിയും ഇവിടെ ഉണ്ടെന്നാണ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ വന്നവർ പോകുന്നു, വേറെ ആളുകൾ വരും. പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. അതായത് രാവിലെ മുതൽ ഇവിടെ പ്രതിഷേധവുമായി അദ്ദേഹത്തിന്റെ വീടിന് മുൻവശത്തുണ്ടായിരുന്നവർ ഇപ്പോൾ പ്രതിഷേധ പ്രകടനമായി പിരിഞ്ഞുപോയി. അതിനുശേഷം അടുത്ത ആളുകൾ വന്ന് പ്രതിഷേധം ഇവിടെ തന്നെ തുടരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഈ റെയ്ഡ് അവസാനിക്കാതെ പ്രവർത്തകർ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റെയ്ഡ് അവസാനിക്കുന്നത് വരെ, അകത്തെ പരിശോധന അവസാനിക്കുന്നത് വരെ ഈ ഗേറ്റിന് മുൻവശത്ത് പ്രതിഷേധക്കാർ ഇവിടെ തന്നെ തുടരും എന്നുള്ള വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിനർത്ഥം പ്രതിഷേധക്കാർ എല്ലാം റെയ്ഡ് അവസാനിപ്പിക്കാതെ പ്രതിഷേധം നിർത്തത്തില്ല. അയ്യോ, ഗംഭീരമായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണം കേട്ടോ, ഇങ്ങനെ തന്നെ വേണം. വേറൊരു കാര്യം, ഈ വീടിന് മുമ്പ് നിൽക്കുന്ന ആൾക്കാർ എന്തിനാണ് വലത്തോട്ട് പോകുന്നത് പ്രതിഷേധമായിട്ട്? ഇടത്തോട്ട് പോകും. നിങ്ങൾ ഇടത്തല്ലേ പിടിക്കേണ്ടത്, ഇടത്തോട്ട് പോ ചേട്ടന്മാരെ, വലത്തോട്ട് പിടിച്ചിട്ടുണ്ടെന്ന്. അതുകൂടാതെ വേറൊരു കാര്യം, നമ്മുടെ മറ്റേ എന്താണ് ശിവൻകുട്ടിച്ചേട്ടൻ പറയുന്നത് കേട്ടാ നിങ്ങൾ? ബാച്ച് വെച്ചാണെന്ന്. രാവിലെ ഒരു ബാച്ച് വന്നു, അവർ കഴിക്കാൻ പോയി, ഇനി അടുത്ത ബാച്ച് വരണം. മണ്ടന്മാരേന്ന് പോലും വിളിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത്. ബാച്ച് തിരിച്ചാണ് വീടിന്റെ ഫ്രണ്ടിൽ പ്രതിഷേധം. നടക്കൂല. ഞങ്ങളുടെ പിണുമാവിനെ തൊടാൻ പറ്റൂല. 10 വർഷം പുള്ളി ഒരുപാട് മുക്കിയിട്ടുണ്ടായിരിക്കും, പുള്ളിയുടെ മോളും മുക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. പുള്ളി അമേരിക്കയിൽ പോയി സെറ്റിൽ ആവട്ടെ, പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് വാരിയല്ലയോ. ഇനി അങ്ങനെ പുള്ളിയെ പിടിക്കാനൊന്നും പറ്റത്തില്ല. ആ മൂടാ നേതാക്കന്മാർക്ക്, ശിവൻകുട്ടി മാമനും കുറെ പ്രവർത്തകർക്കും. എന്നാലും എനിക്ക് മനസ്സിലാവാത്ത ഈ പ്രവർത്തകരുടെ കാര്യമോ ദൈവമേ. എടാ, ഞാനെന്തിനാ നിന്റെയൊക്കെ വീട്ടിലെ കാര്യം നോക്കുന്നതല്ല, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ശരിയാ. എന്നാലും ഒരാകാംക്ഷ. അതായത് ഇവൻ്റെയൊക്കെ വീട്ടിലെ, അയ്യോ വേണ്ട പോട്ടെ, വിട്ട് ഞാൻ. ഇനി നമുക്ക് ശൈലജ ചേച്ചിയിലേക്ക് പോകാം. ശൈലജ ചേച്ചി കുത്തിയിരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാലോ, തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കുറേ കാലമായി ഈ പ്രശ്നം ഇങ്ങനെ പറയുകയാണ്. എന്നാൽ അതിലൊന്നും കഴമ്പില്ലെന്ന് നിരവധി അവസരങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കേരളീയർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം പോലും കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിശോധന CPMന്റെ നേതാക്കന്മാർക്കെതിരായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പിണറായിക്കും കുടുംബത്തിനും എതിരായിട്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണമായി പറയുന്ന പല കാര്യങ്ങളിലും നിങ്ങളെല്ലാം കണ്ടതാണ്. മാത്യു കൊഴുന്നാടൻ്റെ കേസിൻ്റെ വിധിയുടെ ഒക്കെ ഭാഗമായിട്ട് വീണ വിജയൻ്റെ എക്സാലോജിക് കേസിൻ്റെ വിധിയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് പലപ്പോഴായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, BJPയുടെ ഒത്താശയോടുകൂടിയാണ്. അതിൻ്റെ ഭാഗമായി CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ തകർക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഇവിടെ വേറെ പാർട്ടിയുടെ ആവശ്യമൊന്നും ഇല്ല ശൈലജ മാഡം. അതിന് നിങ്ങൾ തന്നെ മതി, നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ മതി. ആ പാർട്ടിയെ നശിപ്പിച്ച് ഇല്ലാതെയാക്കും. മനസ്സിലായില്ലേ? തീർന്നല്ലോ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് തീർത്തല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് എന്ത് പ്രതിഷേധം കാണിച്ചാലും നമുക്ക് സാധാരണക്കാർക്ക് ഒരു പുച്ഛം നിങ്ങളോട്. മനസ്സിലായോ? ഒരു പുച്ഛം ഇരുന്ന് പറയുന്നത് കേട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെയും ഇടപെടലിൻ്റെതാണ് ഇപ്പോൾ ED റെയ്ഡ് അങ്ങ് പിണറായിയെ തീർക്കാൻ. അയാൾ ചെയ്തു വെച്ചതിൻ്റെ അത്രേ ഉള്ളൂ. മനസ്സിലായോ? പിടികിട്ടിയോ? എന്തിയെ അയാളുടെ മോളുടെ പേരിലുള്ളതൊക്കെ എന്തിയെ? എവിടെയാ അതൊക്കെ? ഒന്നും ഇല്ലല്ലോ. അല്ല, ഇതും ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമുക്കറിയാം.
മനസ്സിലായോ? ഇതും നമുക്കറിയാം. കാരണം ഇനിയിപ്പം കേന്ദ്ര ED ഇപ്പം എന്താണ് ഇവരെ പൊക്കി മറ്റേ തെളിവൊക്കെ അങ്ങോട്ട് എടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ടല്ലോ, BJP കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ഇടപെട്ടേ പറ്റത്തുള്ളായിരിക്കും. കാരണം കളി വേറെ രീതിയിലോട്ട് പോകും. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഒരു ഷോ, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊന്നും വല്ലതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ജനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ എന്തിനാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് ഇവനൊക്കെ വേണ്ടിയിട്ട് ഈ കടിപിടി കൂട്ടുന്നത്? എനിക്ക് അത് മാത്രം മനസ്സിലാവാത്തത്. ഇവനൊക്കെ എന്തെങ്കിലും വായിലോട്ട് കൊണ്ട് ഒഴിച്ചു തരുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിന് ഇവനെയൊക്കെ എടുത്ത് തോളയിലോട്ടും വെച്ച് കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നു? അതാണ് എനിക്ക് പിടികിട്ടാത്തത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മുടെ പിണമാവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്.